ആകുമ്പോൾ മറുവശത്ത് പലസ്തീനും ഒരു രാജ്യമാകണം. അങ്ങനെ 2 രാജ്യങ്ങൾ ഒരേ സമയം നിലവിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീക്കം അന്തർദേശീയ തലത്തിൽ ആരംഭിക്കുകയും ഇസ്രായേൽ എന്നൊരു രാജ്യം മാത്രം നിലവിൽ വരികയും ചെയ്തു. പലസ്തീൻ ഇന്നും ഒരു രാഷ്ട്രത്തിന്റെ പദവി കിട്ടിയിട്ടില്ല. എത്ര വലിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലസ്തീന്റെ മണ്ണിലേക്ക് അവിടുത്തെ ആടുമേച്ചു നടന്ന സാധാരണക്കാരായ തൊഴിലാളികളായ ജനങ്ങളുടെ മണ്ണിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് അവര് പണ്ട് യാതന അനുഭവിച്ചവരാണ്, അവര് പണ്ട് ലോകം മുഴുവൻ ആട്ടിയോടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരന്തരീക്ഷമുണ്ടാക്കി ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം രൂപീകരിക്കുമ്പോൾ ഇത്ര വലിയ ക്രൂരതയുടെ തുടക്കമാകുമെന്ന് ലോകം കരുതിയിട്ടുണ്ടാവില്ല. പലസ്തീൻ ഇന്നൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇതുപോലൊരു ക്രൂരത രാഷ്ട്രത്തിന്റെ മേൽ നടത്തുവാൻ കഴിയുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അവരെ അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. 1948 മുതൽ തന്നെ വളരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ ആരംഭിച്ചു പലസ്തീന്റെ മേൽ. അത് കുടിയേറ്റത്തിന്റെ രൂപത്തിൽ വന്നു. ഈ ഗാസ എന്ന് പറയുന്നത് വെറും ഒരു മുനമ്പാണ്, ഒരു റിബൺ പോലെ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശം. അവിടേക്ക് വളരെ ആസൂത്രിതമായി ജൂതന്മാരെ കുടിയിറക്കി അവരുടെ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം മണ്ണിൽ പലസ്തീൻകാർ അന്യരായി മാറുന്ന ഒരു സ്ഥിതി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, എത്രയോ വലിയ ഗൂഢാലോചനയാണ് അരങ്ങേറിയത്. അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ഇസ്രായേലിന്റെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വിധേയമായി പലസ്തീന്റെ മണ്ണിൽ ജീവിക്കാൻ ഒരു ജനത നിർബന്ധിതരായി തീരുകയാണ് ഉണ്ടായത്. അതിനുശേഷം നിരവധി ആക്രമണങ്ങൾ, എത്രയോ പേരെ അരുംകൊല ചെയ്തു ഗസയിൽ. എത്രയോ വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് പലസ്തീൻ്റെത്. യാസർ അറഫത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഉൾപ്പെടെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ജീവിക്കാൻ ഒരു ജനത നിർബന്ധിതരായി തീരുകയാണ്. ഏറ്റവും ഒടുവിൽ യുദ്ധം അഴിച്ചുവിടുമ്പോൾ അതിന് ന്യായമായി പറഞ്ഞത് ഇസ്രായേലിലേക്ക് ഗസയിൽ നിന്ന് ആക്രമണം ഉണ്ടായി എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള അത്യന്താധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തേക്ക് ഒരു ഓലപ്പടക്കം പോലും കയ്യിലില്ലാത്ത ഗസ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് എന്ത് ആക്രമണം ഉണ്ടാകാനാണ്? അഥവാ അവരെ ആക്രമിച്ചെങ്കിൽ നിരന്തരമായ അടിച്ചമർത്തലിനെ തുടർന്ന്, നിരന്തരമായി നേരിടുന്ന അനീതിയെ തുടർന്ന് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് അവരെ ഒരാക്രമണം, ഒരു പ്രതിഷേധം നടത്തിയെങ്കിൽ അത് ഇസ്രായേൽ അനുവദിക്കാതെ സാധ്യമല്ല എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. നമുക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ ന്യായമായും നമുക്ക് ചിന്തിക്കാം, ഇസ്രായേൽ പോലെ ഇത്ര സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായിട്ടുള്ള ഇസ്രായേലിലേക്ക് ഒരാധുനിക ആയുധവും കയ്യിലില്ലാത്ത ഒരു കൊച്ചു പ്രദേശം എങ്ങനെയാണ് അതിക്രമിച്ചു കയറുകയും അവിടെ നിന്ന് ബന്ദികളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നത്? ആ ബന്ദികളെ മോചിപ്പിക്കാൻ എന്ന പേരിൽ തുടർന്നൊരു യുദ്ധം നമ്മൾ കാണുകയാണ്. അതിന്റെ ഭീകരതയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രദേശത്ത് നിന്നവരെ തുടച്ചു നീക്കുക. നെതന്യാഹു ആജ്ഞാപിക്കുകയാണ്, നിങ്ങൾ വടക്കുന്ന് തെക്കോട്ട് മാറ്, നിങ്ങൾ തെക്കുന്ന് വടക്കോട്ട് മാറ്. ഒരു രാജ്യത്തെ ജനത എവിടെ ജീവിക്കണമെന്ന് മറ്റൊരു രാജ്യത്തിന്റെ നേതാവ് കൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ലോകത്ത് സംജാതമായിരിക്കുകയാണ്.
അനേകായിരം പേരെ കൊന്നൊടുക്കി. ഏതാനും പേരെ പിടിച്ചുകൊണ്ടുപോയി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് സഖാവ് മിനി ഇവിടെ സൂചിപ്പിച്ചു, കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,00,000 കടന്നിട്ടുണ്ടാകും. ഇനി എത്ര പേര് അവശേഷിക്കുന്നുണ്ടാകും ഗാസയിൽ? അത്ര ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഇതാരെയെങ്കിലും അലട്ടുന്നുണ്ടോ? അമേരിക്കയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, യൂറോപ്പിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു, ജപ്പാനിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സ്വാതന്ത്ര്യപ്രേമികളായ, ജനാധിപത്യ വിശ്വാസികളായ, മനുഷ്യ സ്നേഹികളായ ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഈ അരുംകൊല അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു സൈന്യം ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുവാനും ഈ കൊടിയ ഭീകരത അവസാനിപ്പിക്കുവാനും വേണ്ടി ലോകത്ത് മുൻകൈ എടുക്കുന്നുണ്ടോ? എത്ര അപമാനകരമാണെന്ന് ഓർക്കണം. നമ്മുടെ രാജ്യം എത്രയോ പതിറ്റാണ്ടുകാലം ചേരിചേരാ രാഷ്ട്രങ്ങളുടെ ഐക്യം പടുത്തുയർത്തിക്കൊണ്ട് ലോകത്ത് വൻ ശക്തികൾക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, ദുർബല രാജ്യങ്ങളുടെ, വികസ്വര രാജ്യങ്ങളുടെ ഒരു ചേരി പടുത്തുയർത്തിക്കൊണ്ട് ഒരു ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം അവലംബിച്ചിരുന്നു ഇന്ത്യ ഒരു കാലത്ത്. ഇന്ത്യയിലെ മുതലാളിത്തം വളർന്ന് വികസിച്ച് സാമ്രാജ്യത്വമായി ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമല്ല പല ലോക രാഷ്ട്രങ്ങളിലും ചെന്ന് അവിടുത്തെ അനുകൂല ഘടകങ്ങളെ, വില കുറഞ്ഞ വിഭവങ്ങളെ, വില കുറഞ്ഞ അധ്വാനശേഷിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കുത്തകകൾ തടിച്ചു കൊഴുത്തപ്പോൾ ലോകത്തെ കുത്തകകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ മഹാന്മാരായ ഭാരതീയർ വരുന്ന ഒരു സ്ഥിതി ഇന്ന് ലോകത്തുണ്ട്. അത്തരത്തിൽ മുതലാളിത്തം വളർന്നപ്പോൾ ഇന്ത്യ ചേരിചേരായ്മ വിട്ടു. ഇന്ന് ഇന്ത്യക്ക് സാമ്രാജ്യത്വ ശക്തികളുമായിട്ടാണ് ചങ്ങാത്തം. നമ്മൾ കാണുന്നില്ലേ, ട്രംപും മോദിയും ഭായിയായി അവർ ലോകത്ത് ജനങ്ങളുടെ മേൽ ജനവിരുദ്ധമായ നടപടികൾ അടിച്ചേൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. ചർച്ചകൾ എന്നാണ് പറയുന്നത്. നയതന്ത്ര ചർച്ചകൾ എന്ന പേരിൽ നടക്കുന്നത് മുഴുവൻ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള പദ്ധതികളാണ്. നമ്മളിത് കാണുന്നു. ഇസ്രായേലുമായി ഒരു സൈനിക സഹകരണ കരാറിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നു. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും അടങ്ങുന്ന ഒരച്ചുതണ്ട് ലോകത്ത് പടുത്തുയർത്തിയിരിക്കുകയാണ്. സംഹാര ശക്തികളായ രാഷ്ട്രങ്ങൾ. അമേരിക്ക ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുമ്പോൾ, ഒരു രാജ്യത്തിന്റെ മേൽ ബോംബുകൾ വർഷിക്കുമ്പോൾ അതിന് ഐക്യരാഷ്ട്രസഭയിൽ ഒത്താശ ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അമേരിക്കയാണ് ജനാധിപത്യത്തെ കുറിച്ച് പുലമ്പുന്നത്. നമ്മൾ ഓർക്കണം. ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ നിലയ്ക്കു നിർത്താൻ സാധിക്കുന്നില്ല. കാരണം അമേരിക്കയുടെ ഉറച്ച പിന്തുണയുണ്ട്. അവിടെ നടക്കുന്ന ഈ കൊടിയ ആക്രമണങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് സമാധാനത്തിന്റെ നോബൽ സമ്മാനം സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സമാധാനം? നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലത്ത് ഈജിപ്ത് സൂയസ് കനാൽ ദേശസാൽക്കരിച്ചപ്പോൾ ഫ്രാൻസും ഇംഗ്ലണ്ടും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈജിപ്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പടക്കപ്പലുകളുമായി നീങ്ങി. അന്ന് സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്നു. പ്രബലമായൊരു സോഷ്യലിസ്റ്റ് ചേരിയുണ്ടായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി, ഈജിപ്തിനെ ആക്രമിച്ചാൽ ലണ്ടനിലും പാരീസിലും ബോംബിടുമെന്ന് പറഞ്ഞു. ആ ന്യായം ലോകത്തിനൊന്ന് മനസ്സിലായി. അതിലെ നീതിബോധം ഉൾക്കൊള്ളാൻ അന്ന് ജനങ്ങൾക്ക് തയ്യാറായി, ജനങ്ങൾക്ക് സാധിച്ചു. ഇന്ന് ഈ കൊടിയ ആക്രമണങ്ങൾ, ഈ കൊടും ക്രൂരതകൾ ഇത് പലസ്തീനിൽ മാത്രമല്ല, നമ്മൾ നിരവധി
രാഷ്ട്രങ്ങളുടെ മേലുള്ള അമേരിക്കയുടെയും സാമ്രാജ്യത്വ ശക്തികളുടെയും ആക്രമണങ്ങൾ കാണുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ മേൽ നടന്ന ആക്രമണം ഒരു രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട ഭരണാധികാരിയെ, അവരുടെ രാഷ്ട്ര തലവനെ അരുംകൊല ചെയ്തു കളഞ്ഞു, അപമാനിതനാക്കി. നമ്മൾ മറന്നുപോകരുത്, ഇറാഖിൽ കൂട്ടസംഹാരായുധങ്ങളുണ്ട് എന്ന ന്യായമാണ് പറഞ്ഞത്. ഒന്നും ഉണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാഖിൽ ചെന്ന് വിശദമായ പരിശോധന നടത്തി. ഒരു മാരകായുധവുമില്ലെന്ന് ഉറപ്പാക്കി അതിന്റെ റിപ്പോർട്ട് ഏമാന്മാർക്ക് കൊടുക്കുമ്പോഴാണ്, ആ റിപ്പോർട്ടിന്റെ കൂടി ബലത്തിലാണ് ഇറാഖിനെ ആക്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. ഒരാൾ നിരായുധനാണെന്ന്, ഒരാൾ ദുർബലനാണെന്ന് വിധി എഴുതിയതിനു ശേഷം അയാളെ ആക്രമിക്കുക എത്ര വലിയ ക്രൂരതയാണ് അരങ്ങേറുന്നത്. ഇറാന്റെ മേൽ അമേരിക്ക ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടില്ലേ? ഇറാനും ഇസ്രയേലും തമ്മിലുള്ള തർക്കത്തിൽ എന്തിനാണ് അമേരിക്കയെ പോലെ ഒരു വൻ ശക്തി ഇടപെടുന്നത്? ലോകത്തെവിടെയും നീതി നടപ്പിലാക്കുവാൻ സ്വയം ചുമതലപ്പെട്ടവരായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന ഈ കൊടും ക്രൂരതകൾക്ക് അറുതി വരുത്താൻ എന്താണ് മാർഗം? ഇന്ന് സോഷ്യലിസ്റ്റ് ചേരിയില്ല, നമ്മൾ മനസ്സിലാക്കണം. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരി പ്രബലമായി നിലനിന്നപ്പോൾ എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ബൂർഷ്വ പണ്ഡിതന്മാർ എന്താണ് നമ്മുടെ ബൂർഷ്വ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്? അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ രണ്ട് ചേരികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകത്ത് യുദ്ധമുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും നിലനിൽക്കുന്നത് കൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. പലതരം ഗൂഢാലോചനകളിലൂടെ സോവിയറ്റ് യൂണിയനെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ആക്രമിച്ച് അടിയറവ് പറയിച്ചു. നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ തകർത്തു, സോഷ്യലിസ്റ്റ് ചേരിയെ തകർത്തു. ഇന്ന് ഒരു ചേരിയേ ഉള്ളൂ, സാമ്രാജ്യത്വ ചേരി. അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകത്തെ രാഷ്ട്രീയ സംഭവഗതികളെ മുഴുവൻ നിർണയിക്കാൻ പോകുന്ന ഏകഛത്രാധിപതിയായ അമേരിക്ക മാത്രം, അമേരിക്കയും അമേരിക്കയുടെ പിണിയാളുകളായ സാമ്രാജ്യത്വ രാജ്യങ്ങളും മാത്രം. പിന്നെന്തുകൊണ്ട് യുദ്ധമുണ്ടാകുന്നു? ഇന്ന് രണ്ട് ചേരികളില്ലല്ലോ, ഇന്ന് സോഷ്യലിസത്തിന്റെ എതിർപ്പില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ യുദ്ധങ്ങൾ? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികളായ, ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവർ, ഇവിടെ ചെറിയ കച്ചവടം നടത്തി ജീവിക്കുന്നവർ, ഇവിടെ പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാർ മനസ്സിലാക്കണം, ഇതൊന്നും വലിയ പണ്ഡിതന്മാർക്കുള്ള വിഷയങ്ങളല്ല. യുദ്ധമുണ്ടാകുന്നത് മുതലാളിത്ത ഉൽപാദന സമ്പ്രദായത്തിൽ നിന്നാണെന്ന്, മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നതെന്ന് മഹാനായ ഗുരുനാഥൻ ലെനിൻ ലോകത്തെ പഠിപ്പിച്ചു. അത് മുതലാളിത്ത ഉൽപാദന സമ്പ്രദായത്തിന്റെ ആന്തരികമായ പ്രതിസന്ധിയിൽ നിന്നാണ്. പരമാവധി ലാഭത്തെ ലാക്കാക്കി ഉൽപാദനം നടത്തുകയും ജനങ്ങൾക്ക് പരമാവധി കൂലി കുറച്ചു കൊടുക്കുകയും സാധാരണക്കാരെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയുടെ സൃഷ്ടിയാണ് യുദ്ധമെന്ന് ലെനിൻ പഠിപ്പിച്ചു. ആ പാഠം എത്രയോ സാധുവാണെന്ന്, അതെത്രയോ ശരിയാണെന്ന് ആവർത്തിച്ച് നമുക്കിന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെടേണ്ട കാര്യമല്ല, ഇത് ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾ, പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് മനസ്സിലാക്കേണ്ടത്. മുതലാളിത്തമാണ് യുദ്ധം സൃഷ്ടിക്കുന്നത്. അവരുടെ കമ്പോളത്തിന് വേണ്ടി അവർ വെട്ടിപ്പിടുത്തങ്ങൾ നടത്തുന്നു, അവരുടെ ലാഭത്തിന് വേണ്ടി അവർ അധിനിവേശങ്ങൾ നടത്തുന്നു. ഗൾഫ് മേഖലയിൽ യുദ്ധം ഒഴിയുന്നില്ല, നമ്മൾ കാണുന്നില്ലേ? ഭൂമിക്കടിയിൽ എണ്ണ കിടക്കുന്നു എന്നതാണ് കാരണം. ഭൂമിക്കടിയിൽ എണ്ണയുള്ളിടത്തോളം കാലം ഗൾഫ് മേഖലയിൽ യുദ്ധം ഒഴിയില്ല. നമ്മൾ ജാർഖണ്ഡിലൊക്കെ ഛത്തീസ്ഗഡിലൊക്കെ കാണുന്നു, അവിടെ ബോക്സൈറ്റ് ഖനികളുണ്ട്. മലകളിൽ ബോക്സൈറ്റ് നിക്ഷേപം
അത് ഉള്ളിടത്തോളം കാലം ആദിവാസികളുടെ ജീവന് സുരക്ഷയുണ്ടാവില്ല. അവര് വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ സ്വത്ത് സമ്പത്ത് കൈയടക്കാൻ വേണ്ടിയുള്ള, അത് നമ്മുടെ രാജ്യത്താണെങ്കിലും പുറത്താണെങ്കിലും മുതലാളിത്ത സാമ്രാജ്യ ശക്തികളുടെ കരുനീക്കങ്ങളാണ്. ആ കരുനീക്കങ്ങളാണ് ലോകത്തെ സംഘർഷത്തിലേക്ക് നയിക്കുന്നത്, യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, യുദ്ധത്തിന്റെ ശക്തികൾ മുതലാളിത്ത ശക്തികളാണ്. സോഷ്യലിസം സമാധാനത്തിന്റെ ശക്തിയാണ്. പണിയെടുക്കുന്നവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, എല്ലാവർക്കും പണിയെടുക്കാൻ അവസരം നൽകുന്ന, എല്ലാവർക്കും മാന്യമായി ജീവിക്കാൻ അവസരം നൽകുന്ന സമാധാനത്തിന്റെ ശക്തിയാണ് സോഷ്യലിസ്റ്റ് ശക്തി. ഓരോ രാജ്യത്തും സോഷ്യലിസ്റ്റ് ശക്തികളെ അതിന് കരുത്തു പകർന്നുകൊണ്ട് മാത്രമേ, ഓരോ രാജ്യത്തും കമ്മ്യൂണിസ്റ്റുകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് മാത്രമേ സമാധാന പ്രേമികൾക്ക്, ജനാധിപത്യ വിശ്വാസികൾക്ക് യുദ്ധത്തിനെതിരായ അർത്ഥവത്തായ നിലപാടെടുക്കാൻ കഴിയൂ. യുദ്ധത്തെ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഈ ക്രൂരതകളെ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നില്ല. ഗാസയിൽ വരുന്ന ചിത്രങ്ങൾ നമ്മുടെ കരളലിയിക്കുകയാണ്. എല്ലാവരും വേദനിക്കുന്നു. പക്ഷേ ആ വേദനയെ യുദ്ധത്തിനെതിരായ ഒരു സംഘടിതമായ മുന്നേറ്റമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ വേദന മാത്രം അവശേഷിക്കും. ഈ രോദനങ്ങൾ വനരോദനങ്ങളായി മാറും. അതുകൊണ്ട് ലോകത്തെവിടെയും ചിന്തിക്കുന്ന ആളുകൾ, ദേശസ്നേഹികളായ ആളുകൾ, പുരോഗമനകാംക്ഷികളായ ആളുകൾ സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഒരു യുദ്ധവിരുദ്ധ പ്രസ്ഥാനം പടുത്തുയർത്തണം. കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും, അതിന്റെ അകക്കാമ്പായി വർത്തിക്കാൻ, അതിന്റെ മുന്നിൽ നിന്ന് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഓരോ രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷെ യുദ്ധവിരുദ്ധ ശക്തികൾ, സമാധാന പ്രേമികൾ, ജനാധിപത്യവാദികൾ, മനുഷ്യ സ്നേഹികൾ അവരോടൊപ്പം അണിനിരക്കാൻ തയ്യാറാകണം. ഭരണാധികാരികളും ഭരണകൂടങ്ങളും എല്ലാം യുദ്ധത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ അതിനിരയാകുന്ന ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിൽ അണിനിരക്കണം. സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീർഘകാലമായി ലോകത്ത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം പടുത്തുയർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നമ്മുടെ പാർട്ടിയുടെ സ്ഥാപകൻ, ഈ യുഗം കണ്ട ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാവ് ശിവദാസ് ഘോഷ് പറഞ്ഞു, സമാധാനം യാചിച്ചു നേടാൻ കഴിയുന്നതല്ല. ലോകത്തെ മുഴുവൻ കാൽക്കീഴിൽ ഒതുക്കാൻ വരുന്ന അമേരിക്കയോട്, വംശീയ വെറിയുമായി നിൽക്കുന്ന ഇസ്രായേലിനോട്, ഈ കിരാത ശക്തികളോട് നമ്മൾ അഭ്യർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാകുമോ? സഖാവ് ശിവദാസ് ഘോഷ് പറഞ്ഞത്, സമാധാനം നമുക്ക് യുദ്ധശക്തികൾക്ക് മേലെ അടിച്ചേൽപ്പിക്കേണ്ടി വരുമെന്നാണ്. അതിനുള്ള കരുത്ത് എന്നാണോ സമാധാന ശക്തികൾക്കുണ്ടാവുക, അതിനുള്ള കരുത്ത് എന്നാണോ സോഷ്യലിസ്റ്റ് ശക്തികൾക്കുണ്ടാവുക, പുരോഗമന ശക്തികൾക്കുണ്ടാകുക, അന്ന് മാത്രമേ ലോകത്ത് സമാധാനം പുലരൂ. അതുകൊണ്ട് ഈ ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തിൽ ഇന്ത്യയെമ്പാടും ഗസയ്ക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ, അവിടുത്തെ ജനങ്ങളുടെ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി, സ്വന്തം മണ്ണിൽ അന്യരായി കഴിയുന്ന സ്ഥിതിക്കെതിരെ അവരുയർത്തുന്ന ന്യായമായ ഡിമാൻഡുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അണിനിരക്കുമ്പോൾ യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും ഗൗരവവാഹമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കൂടി നമുക്ക് ചെന്നെത്താൻ കഴിയണമെന്ന്, യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കെട്ടുകഥകൾക്കപ്പുറത്ത് നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയുടെയും രാഷ്ട്രീയത്തിന്റെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുവാനുള്ള രാഷ്ട്രീയ കാര്യശേഷി നമ്മൾ ആർജിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പാർട്ടി ഇന്ത്യയിലെമ്പാടും എക്കാലവും പലസ്തീനോടൊപ്പം നിലയുറപ്പിച്ച പ്രസ്ഥാനമാണ്. ലോകത്തെവിടെ അശരണരായ ആളുകൾ,
ലോകത്തെവിടെ ജനങ്ങൾ യുദ്ധങ്ങൾക്ക് അധിനിവേശങ്ങൾക്ക് ഇരയാകുന്നുവോ അവിടെയെല്ലാം ആ ജനങ്ങളുടെ താല്പര്യങ്ങളോടൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തുവാനുള്ള, ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള നിരന്തര പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയുടെ ശ്രമങ്ങളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന്, പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ആഹ്വാനം അത് നിങ്ങൾ ചെവിക്കൊള്ളണമെന്ന് ഈ മഹാപ്രസ്ഥാനത്തിൽ, യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിൽ, ലോകത്തൊരു സാമ്രാജ്യത്വ വിരുദ്ധ യുദ്ധവിരുദ്ധ പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ ഓരോരുത്തരും അവരവരുടേതായ പങ്ക് എത്ര എളിയതാണെങ്കിലും ആ പങ്ക് വഹിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ യുദ്ധവിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.